ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് തൊട്ടടുത്തുള്ള നമ്മുടെ സൈത്താൻ്റെ കല്യാണമാണ്. സൈത്താൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ വെച്ചാണ് കല്യാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും പോയിട്ടുണ്ടായിട്ടില്ല. ഒരു 2 ബസ് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഒരു ബസ് ആൾ വന്നിങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ചെക്കനെയും പെണ്ണിനെയും കാത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ എല്ലാവരും അപ്പം ഇങ്ങനെ എന്തൊക്കെ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു എല്ലാവരും കൂടെ. ചെറുക്കനും പെണ്ണിനെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു, കട്ട പോസ്റ്റായിരിക്കുവാണ്. അപ്പോൾ ഇതാ വന്നല്ലോ, എല്ലാവരും എത്തിയിട്ടുണ്ട്. അടിച്ച് പൊളിച്ച് തിമിർത്താണ് എല്ലാവരും ഉള്ളത്. ബസ്സെല്ലാം കുലുങ്ങുമായിരുന്നു, അത്രയും എനർജിയിലാണ് എല്ലാവരും തുള്ളുന്നത്. ചെക്കനും പെണ്ണും ഇതാ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അമ്പലത്തിലിട്ട തുളസിമാല അവർ കഴുത്തിലിട്ടിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. രമ്മിത താലവും വിളക്കും ഇതൊക്കെ കിണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാലിൽ വെള്ളമൊക്കെ ഒഴിച്ച് കാല് കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ എന്നാണ് നമ്മുടെ ഇവിടുത്തെ ആചാരം. ഓരോരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളാണ്. ആരതി ഒഴിഞ്ഞ് അങ്ങനെയാണ് കയറുന്നത്. ഇതിപ്പം ഒരു 10 മണി ആ ഒരു സമയമായി രാത്രി അവരെത്തിയത്. ഇനിയിപ്പം നാളെയാണ് കല്യാണത്തിൻ്റെ റിസപ്ഷനും മറ്റ് പരിപാടികളും. അപ്പം 2 ദിവസത്തെ വീഡിയോ ഒറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോൾ അതാ പെണ്ണിൻ്റെ കയ്യിൽ അമ്മായിയമ്മ അതാ വിളക്ക് കൊടുക്കുന്ന ചടങ്ങാണ്. വിളക്ക് കൊടുത്തകത്തേക്ക് കയറ്റുന്ന ചടങ്ങാണ്. അപ്പം ഇങ്ങനെ കുരവിടുന്നുണ്ടായിരുന്നു. അപ്പം പുതിയ പെണ്ണ് വലത് കാല് വെച്ച് വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി അകത്ത് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് മുത്തശ്ശിയാണ് എല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അമ്മായിയമ്മ മരുമകൾക്ക് ഇതെന്താണ് സിന്ദൂരം തൊട്ട് കൊടുക്കണം എന്ന്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം 99 വയസ്സുള്ള അമ്മമ്മ പറയുന്നത് നമ്മളെല്ലാവരും കേൾക്കണമല്ലോ. മുത്തശ്ശിയാണ് എല്ലാത്തിനും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതങ്ങനെയാണല്ലോ, വീട്ടിലെ കാരണവരാണല്ലോ, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണല്ലോ ചെയ്യേണ്ടത്. ഇത് പിറ്റേ ദിവസമാണ്, അതായത് റിസപ്ഷൻ ഡേ ആണ്. രശ്മേച്ചി ഞാനും ഒപ്പരാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായത്. ഇപ്പോൾ പരിപാടികളൊക്കെ നല്ല രീതിയിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്കത് പാട്ട് കേട്ടിട്ടും പിള്ളേഴ്സ് നല്ല ഡാൻസാണ്, നല്ല വൈബായിട്ട് ഇവിടെ കളിക്കുവാണ്. കൂളിംഗ് ഗ്ലാസും തൊപ്പിയൊക്കെ ഇട്ട്. പൊന്നൂസ് പിന്നെ ഇതാ മേക്കപ്പിൽ കുളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അവള്. ഇത് പാട്ടുകാരി, അതായത് കല്യാണപ്പെണ്ണിൻ്റെ ചേച്ചിയാണ്. ഷാനൂട്ടറിനെ തകർക്കുവാണ്, പാട്ട് കേട്ട് നല്ല രീതിയിൽ തുള്ളുവാണ്. നമ്മുടെ കല്യാണപ്പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടിലായിക്കോട്ടെ ഡാൻസിലായിക്കോട്ടെ എല്ലാ തരത്തിലും കഴിവുകൾ വാരിക്കോരി കൊടുത്തിട്ടുള്ളൊരു കുട്ടിയാണ്. നല്ല ആക്റ്റീവാണ് ആള്. ഇവിടെ സൂര്യൻ
ഡാൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞേരം നല്ല ഉഗ്രം മഴയായിരുന്നു. അടിപൊളി മഴയാണ് പെയ്തിട്ടുണ്ടായത്. നമ്മളെല്ലാവരും അടിച്ച് തകർത്തിട്ടുണ്ട്. പരിപാടിയൊക്കെ നല്ല രീതിയിൽ ഉഷാറായിട്ട് 2 മണിയായി ഇനി കഴിയുമ്പോഴേക്കും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.